ഭരണപരമായ എല്ലാ കാര്യങ്ങളിലും സൈന്യത്തിന്റെ പാവയായി മാത്രം പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ സർക്കാരിന്റെ ദയനീയ ചിത്രം ഒരിക്കൽ കൂടി പുറത്തുവരുന്നു. പാകിസ്ഥാനിലെ ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കുന്നതിനായി രൂപീകരിച്ച പ്രത്യേക സമിതിയിൽ പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ ഉൾപ്പെടുത്തി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഭീകരാക്രമണങ്ങളും നേരിടുന്ന പാകിസ്ഥാനിൽ സിവിൽ ഭരണത്തിന്റെ തലപ്പത്തും സൈന്യം പിടിമുറുക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. എല്ലാ മേഖലകളിലും തകർച്ച നേരിടുന്ന പാകിസ്ഥാനിൽ സൈന്യത്തിന്റെ ഭരണം കൂടുതൽ ശക്തമാവുകയാണ്. പാകിസ്ഥാൻ നേരിടുന്ന അതിതീവ്രമായ ജനസംഖ്യാ വർധനവ് പരിഹരിക്കാൻ രൂപീകരിച്ച ഉയർന്ന സമിതിയിലാണ് സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ പാക് സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കേണ്ട സൈനിക തലവന് ജനസംഖ്യാ നിയന്ത്രണം പോലുള്ള പൂർണ്ണമായും സിവിൽ ഭരണപരമായ കാര്യങ്ങളിൽ പുതിയ ജോലി നൽകിയത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ ഭീഷണികളും TTP പോലുള്ള ഭീകര സംഘടനകളുടെ ആക്രമണങ്ങളും കാരണം പാക് സൈന്യം നിലവിൽ വലിയ പ്രതിസന്ധിയിലാണ്. ഈ സുരക്ഷാ വെല്ലുവിളികൾക്ക് പരിഹാരം കാണാൻ പാടുപെടുന്നതിനിടയിലാണ് അസീം മുനീറിന് പുതിയ സിവിൽ ചുമതലകൾ കൂടി നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം ഒരേ സമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനും അസീം മുനീർ ശ്രമിക്കുന്നതായാണ് വിവരം. പാകിസ്ഥാനിലെ ജനാധിപത്യ സംവിധാനം എത്രത്തോളം ദുർബലമാണെന്നാണ് ഈ നീക്കം വ്യക്തമാക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്ന സമിതി മുതൽ ഇപ്പോൾ ജനസംഖ്യാ നിയന്ത്രണ സമിതിയിൽ വരെ ജനറൽ അസീം മുനീർ എത്തുന്നതോടെ പാക് ഭരണകൂടം കേവലം ഒരു പാവ മാത്രമാണെന്ന് വ്യക്തമാകുന്നു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത പാക് സർക്കാർ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമായി സൈന്യത്തെയാണ് ആശ്രയിക്കുന്നത്. രാജ്യത്തിന്റെ വിദേശ നയവും ആഭ്യന്തര സുരക്ഷയും മാത്രമല്ല, ജനങ്ങളുടെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ പോലും ഇനി സൈനിക ആസ്ഥാനത്തു നിന്നും തീരുമാനിക്കുമെന്ന അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങുന്നത്. ജനാധിപത്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞ സൈനിക ഭരണമാണ് പാകിസ്ഥാനിൽ നിലവിലുള്ളതെന്ന് കൂടി ഈ ഉത്തരവിലൂടെ വ്യക്തമാകുന്നു. ജനം, ഡൽഹി.